നെല്ല് സംഭരണം കർഷക സംഘം ആലത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവൻ ഉപരോധിച്ചു. നെല്ല് സംഭരണം അട്ടിമറിക്കാൻ മില്ലുകാർ നടത്തുന്ന ഗൂഢാലോചനയ്ക്കും സപ്ലൈകോയുടെ അലംഭാവത്തിനുമെതിരെയാണ് ഉപരോധം. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് സി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഭരിക്കുന്ന സർക്കാർ നെല്ല് ആ ഉത്തരവിനെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് നെൽകൃഷിക്കാർക്ക് അനുകൂലമായ രീതിയിൽ നെല്ലെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നം എന്ന് പറയുന്നത് നാഷണലൈസ് ബാങ്കുകളിലുള്ള വീരാമുട്ടി, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ സഹകരണ മേഖലയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനമെടുത്ത് പാലക്കാട് ജില്ലയിൽ അത് മാതൃകാപരമായി നമുക്ക് നടപ്പിലാക്കാമെന്ന തീരുമാനമെടുത്തു. അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ആൾറെഡി കൃഷിക്കാർക്ക് നെല്ലിൻ്റെ സംഭരണ വില എവിടെ കൊടുക്കുന്നു. ഇപ്പോൾ PMO എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞാൽ ഈ തൃത്താല മേഖലകളിലും പട്ടാമ്പി മേഖലകളിലൊക്കെ കൊടുക്കാൻ തുടങ്ങിയെന്നുമാണ്. ഇവിടെ ആലത്തൂരാണെങ്കിൽ നെല്ല് ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതുമില്ല. ഇവിടെയാണെങ്കിൽ എല്ലാ പാടശേഖര സമിതികളിലും മില്ലുകളായി എന്ന് പറയുന്നുണ്ടെങ്കിലും മില്ലുകാർ എടുക്കുന്നില്ല. മില്ലുകാർ എടുക്കാത്തതിൻ്റെ കാരണം പറയുന്നത് ഈ അധിക ഉൽപ്പാദനം വന്നത് എന്ത് ചെയ്യും എന്നുള്ളതാണ്. സർക്കാർ തത്വത്തിൽ ഏക്കറിന് 2500 എന്നുള്ളത് എഗ്രിമെൻ്റ് ആയിട്ടുണ്ട്. അതിന് പുറമെയാണ് കൃഷി ഓഫീസർ ക്രോപ്പ് ഹാർവെസ്റ്റിംഗ് നടത്തി, ക്രോപ്പ് കട്ടിംഗ് നടത്തി അതിൻ്റെ ആനുപാതികമായ അളവെടുത്തുകൊണ്ട് കൃഷി ഓഫീസർക്ക് 3000 കിലോ വരെ അനുവദിക്കാനുള്ള ഉത്തരവും അല്ലെങ്കിൽ അതിനുള്ള അധികാരവും അവർക്കുമുണ്ട്. അപ്പോൾ ഇതിലൊന്നും യാതൊരു പ്രതിസന്ധികളുമില്ല. പക്ഷേ എന്നിട്ടും കൃഷിക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന നിലയിൽ മില്ലുകാരൊരു ഭാഗത്തും സിവിൽ സപ്ലൈസ് വേറൊരു ഭാഗത്തും കൃഷി വകുപ്പ് വേറൊരു ഭാഗത്തായിട്ട് ഇതിനൊരു അനിശ്ചിതത്വത്തിൽ ഇങ്ങനെ തുടരുകയാണ്. എന്തായാലും നമ്മളിപ്പോൾ ഈ കൃഷിഭവനിൽ വന്ന് കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃഷി ഓഫീസറെ തടയും എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു സമരം നേതൃത്വം നൽകി. ഏരിയ ജോയിന്റ് സെക്രട്ടറി PK മോഹനൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ M ഗംഗാധരൻ, R വിനോദ്, രഘു, U ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. അടുത്ത ദിവസം മുതൽ നെല്ല് സംഭരണം കാര്യക്ഷമമാക്കാമെന്നും PRS ഉടൻ നൽകുമെന്നും നെല്ലിന്റെ സംഭരണ പരിധി വർദ്ധിപ്പിക്കാൻ നടപടിയുണ്ടാകുമെന്നും DMO ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് എന്നും ഉറപ്പു പാലിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും സമരക്കാർ പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.